സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറുനാടൻ മലയാളിയിൽ കണ്ട ഒരു വാർത്ത, ആസാദിയുടെ പല പ്രേക്ഷകരും ആ വാർത്ത എനിക്ക് അയച്ചു തരുവാനിടയായി തീർന്നു. ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് തോന്നുന്നു വളരെയധികം വിശ്വാസികൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഷെയർ ചെയ്യുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൗതുകമുണർത്തുന്നതായതുകൊണ്ട്, അത് തെറ്റിദ്ധാരണകൾ പരത്തുന്നത് കൊണ്ട്, ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് നമ്മുടെ പാഠഭേദത്തിലൂടെ ആ ഒരു വീഡിയോയെക്കുറിച്ച്, അതിൽ പ്രതിപാദിക്കുന്ന സബ്ജക്റ്റിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റീന എന്ന് പറയുന്ന ഒരു സഹോദരി, അവരെ കുറേ നാളുകൾ ഓസ്ട്രേലിയയിലൊക്കെ വർക്ക് ചെയ്തതാണ്. അവർ നടത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ എന്ന് അവരവകാശപ്പെടുന്നു, എന്നാൽ ക്ലെയിംസ്, അവർ നടത്തുന്ന ചില അവകാശവാദങ്ങൾ, അതാണ് ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. താൻ പറയുന്നു, മനുഷ്യൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് ആളുകളുടെ തലച്ചോറിനെയോ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന രഹസ്യ ഏജൻസീസ് ഉണ്ട് എന്നൊക്കെയാണ് തൻ്റെ അവകാശവാദങ്ങൾ. ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയുണ്ടോ, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ, ഇത്യാദി വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ അതുമായിട്ട് കണക്റ്റ് ആക്കിയിട്ട് നിയന്ത്രിച്ച് ആ റിമോട്ട് കൺട്രോൾ അല്ലെങ്കിൽ ആ ടെക്നോളജി, ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന ആൾ ഒരു വ്യക്തിയെ നിയന്ത്രിച്ച് ചലിപ്പിക്കുന്നു എന്ന ഒരു അവകാശവാദം, അത് തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു ടെക്നോളജിയും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മനുഷ്യൻ്റെ തലച്ചോറിനെ പോലും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ EVM മെഷീനൊക്കെ എത്ര എളുപ്പം ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? നമ്മുടെ സർക്കാർ പറയുന്നത് EVM മെഷീൻ ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റുകയില്ലെന്നാണ്. കാരണം ഹാക്ക് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് EVMിലില്ല. പുറത്തുള്ള ഒരു സിഗ്നൽ EVMായിട്ട് കണക്ട് ചെയ്യത്തക്കണം ഒരു ഇൻ്റർഫേസ് EVMിലില്ല എന്നാണ് നമ്മുടെ സർക്കാരൊക്കെ അവകാശപ്പെടുന്നത്. റീനയുടെ അവകാശവാദം ശരിയാണെങ്കിൽ, തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ EVM മെഷീൻ പോലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ എളുപ്പം ഹാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സർക്കാരിൻ്റെ അവകാശവാദം തെറ്റാണെന്ന് റീനയുടെ ഈ അവകാശവാദം കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്താണെങ്കിലും ഞാൻ ഈ റീന മറുനാടൻ മലയാളിയിലൂടെ വെളിപ്പെടുത്തിയ അവകാശവാദങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. EVM മെഷീൻ ഒരുപക്ഷേ ഹാക്ക് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊബൈലോ ഒരു റിമോട്ട് സിസ്റ്റം ഉപയോഗിച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് ഡേറ്റ മാറ്റുകയല്ല അവിടെ ചെയ്യുന്നത്. അല്ലാതെ ഒത്തിരി മാർഗങ്ങളുണ്ട് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ. കാരണം ഒരു ഇലക്ട്രോണിക്സ് മെഷീൻ വർക്ക് ചെയ്യുന്നത് അതിനകത്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ആ സോഫ്റ്റ്വെയറിൽ എഴുതിയിരിക്കുന്ന കോഡിംഗ് എന്താണ്, അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പുറത്താർക്കും അറിയത്തില്ല. അപ്പോൾ ആ കോഡിംഗ് അനുസരിച്ച് ഇതൊക്കെ നിയന്ത്രിക്കുവാൻ പറ്റും. പർട്ടിക്കുലർ കീ കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ച് സജഷൻസ് കൊടുക്കുവാനൊക്കെ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മനുഷ്യ മനസ്സുമായിട്ടോ മനുഷ്യൻ്റെ തലച്ചോറുമായിട്ടോ കണക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്, ഒരു ടെക്നോളജി അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഈ റീന പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ ഈ ഇലുമിനാറ്റി പോലെയുള്ള സാത്താൻ വർഷിപ്പേഴ്സ് പോലെയുള്ള സംഘടനകളെക്കുറിച്ചൊക്കെ എൻ്റെ പഠനത്തിലും വായനയിലുമൊക്കെ മനസ്സിലാക്കിയ ചില സംഗതികൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. റീന പറഞ്ഞ കാര്യങ്ങളിൽ അർത്ഥസത്യങ്ങളുണ്ട്. കാരണം അവർ ഈ സൈറ്റാനിസ്റ്റുകളെക്കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. റീനയുടെ പല അനുഭവങ്ങളും ഇതിനു മുമ്പ് തന്നെ സൈത്താൻ വർഷിപ്പേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള, പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ പ്രതിപാദിച്ച വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും റിബേക്ക ബ്രൗൺ എന്ന് പറയുന്ന ഡോക്ടർ റിബേക്ക ബ്രൗൺ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. സാത്താന്യ സഭകളെക്കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് സാത്താന്യ ആരാധനയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെടുകയോ അല്ല എങ്കിൽ ആ സംഘടനയ്ക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തവരെ സാത്താൻ സഭയിലെ അംഗങ്ങൾ വിടാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവം ഈ പറഞ്ഞ റിബേക്ക ബ്രൗണിൻ്റെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. വിടാതെ ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കുക എന്നല്ല അർത്ഥം. ഈ റീന പറയുന്ന
അനുഭവത്തിൽ അവർ പറയുന്നുണ്ട്, അവരെ ചില കാറുകൾ ഫോളോ ചെയ്യുന്നു, 3-4 കാറ് വന്ന് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുന്നു, അവരുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ഒരാൾ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് പതുങ്ങിയിരിക്കുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും സാത്താൻ സഭക്കാർ അവർ പലപ്പോഴും നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ സൈത്താൻ സഭയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഈ സൈത്താനിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ, ആ സൈത്താനിക് ഗ്രൂപ്പ് വിട്ട് പുറത്തു വന്ന ആളുകൾ, അവരെ ഒരിക്കലും പിന്നെ സ്വസ്ഥതയോട് ജീവിക്കുവാൻ വേണ്ടി ഇവർ സമ്മതിക്കത്തില്ല. അവരെ പിന്നാലെ കൂടും, അവരെ ആഭിചാരം കൊണ്ടും മറ്റ് പലവിധ പ്രവർത്തികൾ കൊണ്ടും ക്രിമിനൽ ആക്ടിവിറ്റീസ് കൊണ്ടും തകർക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയുള്ള ശക്തികൾ ലോകത്തിലെ എല്ലാ ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ വ്യക്തിയെ ആയിരിക്കുകയില്ല ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. കൂടുതലും അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുവാൻ ശ്രമിച്ചവരെയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദൈവദാസന് എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹം കൗൺസിൽ ചെയ്ത മറ്റൊരു ദൈവദാസൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന മറ്റൊരു ദൈവദാസൻ്റെ അനുഭവമാണ്. നോർത്ത് ഇന്ത്യക്കാരനാകുന്ന ഹിന്ദിക്കാരനാകുന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ നമ്മുടെ ഈ പാസ്റ്ററെ വിളിച്ചിട്ട് അദ്ദേഹം ഈ ഇലൂമിനാറ്റിയെക്കുറിച്ചും സാത്താൻ സഭകളെക്കുറിച്ചും ഒക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ പാസ്റ്റർ, എനിക്ക് പരിചയമുള്ള കൗൺസിലിങ്ങൊക്കെ നടത്തുന്ന പാസ്റ്റർ ഈ ദേവദാസനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും അന്വേഷിച്ച് പോകരുത്, അത് അപകടകരമാണ്. പ്രത്യേകിച്ചും ഈ ഡയബോളിക് സാത്താന്യമാകുന്ന ആക്ടിവിറ്റീസിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനും ക്യൂരിയോസിറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഒബ്സർവ് ചെയ്യാനും അവരുമായിട്ട് കണക്റ്റ് ആകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലേക്കൊന്നും പോകരുത് എന്ന ഒരു വാണിംഗ് കൊടുത്തു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഇതേ ദൈവദാസൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് താൻ മരണത്തിൻ്റെ വക്കീലായിരിക്കുകയാണെന്നൊക്കെ പറയുവാനിടയെത്തുന്നത്, അതിൻ്റെ ജീവിതം ത്രെട്ടിലായിരിക്കുകയാണെന്നൊക്കെ അറിവാനിടയെത്തുന്നത് ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് ഈ ദൈവദാസന്മാർ തമ്മിൽ സംസാരിച്ച ശേഷം അദ്ദേഹം, ആ ഹിന്ദിക്കാരനായ പാസ്റ്റർ, ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ പോയിട്ട് ഈ സൈത്താനിക് സഭകളെക്കുറിച്ച് അദ്ദേഹം സെർച്ച് ചെയ്ത് പഠിക്കുകയും ചില വെബ്സൈറ്റുകളിൽ അദ്ദേഹം കയറുകയും അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയാം, ചില ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് കോളുകൾ കിട്ടാൻ തുടങ്ങി, അദ്ദേഹത്തിന് മെസ്സേജസ് വരാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജസ് വരാൻ തുടങ്ങി. അതായത്, ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾക്ക് അടുത്ത സിറ്റിയിൽ ഞങ്ങൾ പ്രസൻ്റാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് വരാൻ തുടങ്ങി. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഏതെങ്കിലും വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ എത്തുന്നത്? ഇത് ഈ ദേവദാസൻ ഇത് ആദ്യമൊക്കെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം അല്പം ഒന്ന് ഭയപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് അത് ഭീഷണികളായി മാറി. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇദ്ദേഹം കൗൺസിലിങ്ങിന് വേണ്ടി രണ്ടാമത് നമ്മുടെ പാസ്റ്റർ അടുക്കൽ വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്താൽ, അതൊരു വെബ് ബ്രൗസർ ആണെങ്കിൽ പോലും അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തുള്ളൂ. ബാക്ക് എൻഡിൽ സംഭവിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. കാരണം ഒട്ടുമുക്കാൽ വെബ്സൈറ്റ്സും അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ ഈ സെർച്ച് എൻജിൻസ് ആകാം, അല്ലെങ്കിൽ ബ്രൗസേഴ്സ് ആകാം, സോഫ്റ്റ്വെയർസ് ആകാം, ഇത് ഒക്കെ ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ല, ഓപ്പൺ കോഡിംഗ് അല്ല. ഓപ്പൺ കോഡിംഗ് എന്ന് പറയുമ്പോൾ ആ കോഡ് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഓപ്പൺ കോഡിംഗ് ഉള്ള സോഫ്റ്റ്വെയറുകളല്ല മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റിന് ഒരു ബാക്ക് ഡോർ ഉണ്ട്, ഒരു ബാക്ക് എൻഡ് ഉണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഏതൊക്കെ ഡേറ്റ ഇവരെടുത്തുകൊണ്ട് പോകുന്നു, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് ഈ കുക്കീസ് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മളൊക്കെ ചില സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരാറില്ലേ, അലോ കുക്കീസ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ പെർമിഷൻ കൂടാതെ തന്നെ കുക്കീസ് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് അവരുടെ ഒരു പ്രസൻസ് അവർ ഉറപ്പിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റായി. നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കുക്കീസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. ഈ കുക്കീസ് ഡൗൺലോഡ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടേതാകുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ആക്ടിവിറ്റീസ് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള കുക്കിയാണ്, ഓരോന്നും സ്പെസിഫിക്കാണ്, അതിൻ്റെ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസ്
അവർക്ക് ശ്രദ്ധിക്കുവാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ 2 കോമ്പറ്റീഷനുള്ള കമ്പനികൾ, ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ആ കുക്കീസ് ഡൗൺലോഡ് ചെയ്യാൻ അനുവദിച്ചു. പിന്നെ ഈ കുക്കി അവിടെ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ അവിടെ ഇരുന്നു കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കമ്പനിയുടെ കോമ്പറ്റീഷനുള്ള കമ്പനികൾ ഏതൊക്കെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, അവരിൽ എന്തൊക്കെയാണ് അവരുടെ അടുക്കൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അവർ എത്ര രൂപയാണ് നമുക്ക് കൊട്ടേഷൻ നൽകിയത്, അല്ലെങ്കിൽ നമുക്ക് ഓഫർ നൽകിയത്, ഇതെല്ലാം ഈ റൈവൽ കമ്പനി, എതിരായിട്ടുള്ള കമ്പനിക്ക് ഈ കുക്കീസ് വഴി ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകം മുഴുവനുള്ള ഇങ്ങനെയുള്ള ഡേറ്റയാണ് ഇന്ന് കാലത്ത് ആളുകളെ, ബിസിനസ്സുകാരെ ഒത്തിരി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളറിയാതെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബാക്ക് ഡോറിൽ കൂടെ ഒത്തിരി ഇൻഫർമേഷൻ ചോർന്നു പോകുന്നു. അപ്പോൾ ഒരു സൈതാനിക് വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന കുക്കീസ് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് പോകും. പ്രത്യേകിച്ചും പ്രീ റെക്കോർഡായിട്ടുള്ള ഡേറ്റയൊക്കെ പലതുമുണ്ട്. നമ്മളിപ്പം ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക് പിന്നെ പിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഫോൺ നമ്പർ പിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നേരത്തെ ടൈപ്പ് ചെയ്തത്. അങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർഡാണ്. അതിൽ നിന്ന് നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻഫർമേഷൻ എടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ഒരു ഫോൺ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ അങ്ങനെ ഉള്ള ഒരു വെബ്സൈറ്റ് വഴി, അതിൻ്റെ ബാക്ക് എൻഡ് വഴി അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഫോൺ നമ്പറിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഈ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു ടെക്നോളജിയുടെ ഒരു ഭാഗത്തെ ഉപയോഗിക്കുകയാണ്. പക്ഷേ നമ്മളീ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിനൊന്നും കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണാകാം, ഏത് തരത്തിലുള്ള ഫോണാകാം, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യപ്പെടുകയാണ്. അതിന് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്, നമ്മൾ നിലത്ത് നടന്നാൽ കാൽപാദങ്ങൾ പതിയത്തില്ലേ, അതുപോലെ ഡിജിറ്റലി നമ്മളുടെ കാൽപാദങ്ങൾ അവർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് പെർമിഷൻസ് കൊടുക്കും. ആ പെർമിഷൻ വഴി സത്യത്തിൽ നമ്മുടെ ഒത്തിരി ഡേറ്റ അവർ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ലോകത്തിലുള്ള വിവിധ സംഘടനകൾ, വിവിധ ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പോലും ഇങ്ങനെയുള്ള ഡേറ്റ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് അറിയാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്, ആപ്പുകൾക്ക് പെർമിഷൻസ് അധികം കൊടുക്കരുത് എന്നൊക്കെ സാധാരണ പറയുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ വഞ്ചിക്കപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ് പറയുകയാണ്, ഞങ്ങളൊരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ആപ്പ് എല്ലാ മൊബൈലിലും ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഗവൺമെൻറ്റിനോടുള്ള സ്നേഹം കൊണ്ട്, ദേശീയതയോടുള്ള സ്നേഹം കൊണ്ട് ആ ആപ്പ് അങ്ങ് ഡൗൺലോഡ് ചെയ്യും. പക്ഷെ നമ്മളറിയത്തില്ല, ആ ആപ്പ് നമ്മൾ പെർമിഷൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒറ്റ ആപ്പ് വഴി നമ്മുടേതാകുന്ന എല്ലാ സ്വകാര്യ സംഭാഷണങ്ങളും സ്വകാര്യ ഇടപെടലുകളും ഒക്കെ ഗവൺമെൻറ്റിന് പോലും മോണിറ്റർ ചെയ്യാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, ഏകാധിപത്യമുള്ളൊരു രാജ്യത്ത്, ആ രാജ്യത്ത് ഒരു ആപ്പ് എല്ലാ മൊബൈലിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ ഏകാധിപത്യം അല്ലെങ്കിൽ ഏകാധിപതിയായ രാജാവിന്, നേതാവിന് അവൻ്റെ രാജ്യത്തുള്ള ഓരോ പ്രജകളെയും അവൻ്റെ സൂക്ഷ്മമായ ചലനങ്ങളെയും പഠിക്കാൻ പറ്റും. എന്തെങ്കിലും രാജാവിനെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ ആ രാജ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇൻഫർമേഷൻ വരത്തക്കവണ്ണം ആപ്പുകൾ തയ്യാറാക്കാൻ പറ്റും. ചില ആപ്പുകൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമാണ് ലൊക്കേഷൻ ഓൺ ചെയ്യണം എന്നുള്ളത്. ലൊക്കേഷൻ ഓൺ ചെയ്യാതെ ആ ആപ്പ് വർക്ക് ചെയ്യത്തില്ല. വളരെ നിസ്സാരമാകുന്ന ഒരു ഉപയോഗമില്ലാത്ത ആപ്പുകൾ പോലും നിർബന്ധം പിടിക്കും ലൊക്കേഷൻ ഓൺ ചെയ്യണം. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിക്കുന്നതെന്ന്? നിങ്ങൾ നിൽക്കുന്ന ആ പോയിൻ്റ്, നിങ്ങൾ നിൽക്കുന്നത് ചില മീറ്ററുകളുടെ അകത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അളന്ന് കുറിച്ച് വെച്ചിരിക്കുകയാണ്. ചില ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക് ഓൺ ആകത്തക്കവണ്ണം ഉള്ള സെറ്റിങ്ങുകളുണ്ട്. നിങ്ങൾക്കറിയാമോ? അതിലും ഡേഞ്ചറസ് ആണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ക്യാമറയും നമ്മുടെ ഓഡിയോയും ഒക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. ലൊക്കേഷൻ പോലെ തന്നെ ഡേഞ്ചറസ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ ചിലപ്പം പറയുന്ന കാര്യങ്ങൾ, സംസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് അടുത്ത ദിവസം ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നമുക്ക് വരും. ഇതെങ്ങനെ സംഭവിക്കുന്നത്? വളരെ സിമ്പിൾ. നമ്മൾ ഏതോ ആപ്പ് ഉപയോഗിച്ച ആപ്പ് നമ്മുടെ വോയിസിനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞ ശബ്ദങ്ങളെ അത് മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ സംസാരിച്ച ആ വാക്ക് വെച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് തരുവാനിടയെത്തുന്നു. വളരെ അപകടകരമാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാനും
എൻ്റെ കൂടെ വന്ന വണ്ടി ഓടിച്ച ഡ്രൈവറും കൂടെ ഒരു മാളിൽ കയറി. ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ സമയം കളയാൻ വേണ്ടി കയറിയതാണ്. സാധനം വാങ്ങിക്കാനൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെന്ന സ്ഥലത്ത് ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ സമയം കളയാൻ വേണ്ടി അടുത്ത മാളിൽ കയറിയതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഈ ഡ്രൈവർ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒന്നും വാങ്ങിക്കുന്നില്ലയോ? അപ്പം ഞാൻ പറഞ്ഞു, എന്തോ വാങ്ങിക്കാനാ. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വൈറ്റ് ഷർട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ പോയി വൈറ്റ് ഷർട്ട് ചെക്ക് ചെയ്യും. കാരണം സഭായോഗത്തിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വൈറ്റ് ഷർട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ആ ഡ്രസ്സിൻ്റെ സെഷനിൽ പോയിട്ട് കുറേ ഷർട്ടുകളൊക്കെ നോക്കി തിരിച്ചു പോരുന്നു. നിങ്ങൾക്കറിയാമോ, അടുത്ത ദിവസം തൊട്ട് എൻ്റെ മൊബൈലിൻ്റെ അകത്ത് വരുന്ന അഡ്വർടൈസ്മെൻ്റ് എല്ലാം വൈറ്റ് ഷർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഞാൻ വൈറ്റ് ഷർട്ട് എന്ന വാക്ക് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്പ്, അതറിയില്ല അത് ഏത് ആപ്പാണെന്നുള്ളത് നമുക്കറിയത്തില്ല, അതൊരു പക്ഷേ ഗൂഗിൾ തന്നെ ആയിരിക്കാം, ഏതോ ഒരു ആപ്പ് എൻ്റെ മൊബൈലിൻ്റെ അകത്തുള്ള മൈക്രോഫോണിന് പെർമിഷൻ ഞാൻ കൊടുത്തിട്ടുള്ള ആപ്പ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എന്താണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ പോലും അത് രഹസ്യമല്ല, അത് ഡിജിറ്റലി അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഓരോ ചലനങ്ങളെയും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രണ സംവിധാനം നമുക്ക് പിൻപിലുണ്ടെന്നുള്ളത് സത്യമാണ്. ഈ പറഞ്ഞ സത്താൻ സഭകളൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ അവർ ഉപയോഗിക്കും, ഇങ്ങനെയുള്ള ടെക്നോളജീസിനെ അവർ ഉപയോഗിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ ആ പാസ്റ്റർ, അദ്ദേഹത്തിന് കോളുകൾ കിട്ടാൻ കാരണം എന്താ? അദ്ദേഹം ആ വെബ്സൈറ്റ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ ഈ ആളുകളുടെ കയ്യിലെത്തുന്നു. അവർ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്ത ശേഷം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഭീഷണികൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ സാത്താൻ കൂട്ടങ്ങളോടുള്ള ഭയം കൊണ്ടൊരു പക്ഷേ അവരുമായിട്ട് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്യുന്ന, മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒത്തിരി സോഫ്റ്റ്വെയർസും ഒത്തിരി പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സത്യമാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എന്തെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നത്. മനസ്സ് ഒരു പ്രത്യേക സംവിധാനമാണ്, വളരെ നിഗൂഢമായ ഒരു സംവിധാനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പൂർണ്ണമായി പഠിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പണ്ട് മുതൽ തന്നെ ഈ മനസ്സിൻ്റെ ഈ ഒരു നിഗൂഢതയെ, അല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രത്യേകതകളെ ഈ പറഞ്ഞ വിചാരമുള്ള മനുഷ്യരും സംഘടനകളും ഒക്കെ പണ്ട് മുതലേ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു ബ്രെയിൻ വാഷിംഗ്. എന്താണ് ഈ ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതികളെ മുഴുവൻ വാഷ് ചെയ്തിട്ട് അവൻ്റേതാകുന്ന ഒരു പാക്കേജ് നമ്മുടെ അകത്തോട്ട് അങ്ങ് ഇടുകയാണ്. അതിനാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. ആദ്യം ഉള്ളതിനെ മുഴുവൻ അവനെക്കൊണ്ട് വിശ്വസിപ്പിക്കുന്നു. നീ ഇന്ന് വരെ വിശ്വസിച്ചതെല്ലാം അസത്യമാണ്, കള്ളമാണ്, അതിനെല്ലാം തുടച്ചു മാറ്റുന്നു. എന്നിട്ട് ഇവൻ്റേതാകുന്ന ഒരു ഫിലോസഫി, ഒരു ചിന്താഗതി, ഒരു ഐഡിയോളജി സത്യമെന്ന പോലെ ഇവനെ വിശ്വസിപ്പിക്കത്തക്കൊണ്ട് അകത്തി കയറ്റിയിടുന്ന ഒരു പ്രോസസ്സിനാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിൻ്റെ നിഗൂഢതകളെ ഉപയോഗിച്ചുകൊണ്ട് പഴയ കാലത്തെ ഈ ഏകാധിപതികളൊക്കെ ഉപയോഗിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ സർവാധിപത്യ ഫിലോസഫീസൊക്കെ ഉപയോഗിച്ച മെത്തേഡുകളായിരുന്നു ഈ ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഒത്തിരി ഭരണാധികാരികളുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച, അവരുടെ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് ചലിപ്പിക്കുന്നവരാകുവാൻ ഒരു പരിധിവരെ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൻ്റെതാകുന്ന ഒരു പ്രത്യേകതകൾ കൊണ്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടി നിന്നു കൊടുത്തിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ വഴിയെ പോകുന്ന ഒരാളുടെ മനസ്സിനെ നിയന്ത്രിച്ച് മാറ്റാമെന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമായ കാര്യമല്ല. ഞാൻ 1-2 എക്സാമ്പിൾസ് കൂടെ പറയാം. നമ്മളിപ്പം പറയാറില്ലേ, മനസ്സിന് ഒരു വാതിലുണ്ടെന്ന് പറയാറില്ലേ? പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തീയ പ്രവർത്തകർ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് പറയാറില്ലേ? അങ്ങനെ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഹൃദയത്തിൽ യേശു പ്രവേശിക്കുവാൻ കഴിയില്ലയോ? അപ്പോൾ നമ്മളൊരു പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇങ്ങനെയുള്ള ശക്തികൾക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് നടത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിന് ഒരു വാതിലുണ്ട്. ആ വാതിൽ ഓപ്പൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മനസ്സിൻ്റെ വാതിൽ തുറക്കുന്ന, ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ, ശരീരത്തിൽ, അല്ലെങ്കിൽ മനസ്സിലൊക്കെ വരുവാനുള്ള സാധ്യതയുള്ള 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുകയെന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ, ഹിപ്നോസിസ് എന്ത് തരത്തിലുള്ളൊരു പ്രോസസ്സാണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ
മനസ്സിനെ സജഷൻസ് കൊടുത്ത് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ശേഷം അതിന് പല അളവുകളുണ്ട്. ആ മനുഷ്യൻ്റെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിലേക്ക് പുതിയ ചിന്തകളിടുന്നു. അന്ന് വരെയുള്ള ചിന്താഗതികളെ എടുത്തു കളയുന്നു. നീ ഇന്നുവരെ വിശ്വസിച്ചതൊക്കെ തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് പോലും ആ വ്യക്തിയെ നടത്തത്തക്കവണ്ണം ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ്. സത്യത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിലൂടെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൻ്റെ നിഗൂഢതയുടെ ആ ഒരു വശത്തെ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിനെ തുറക്കുകയാണ് ഈ പറഞ്ഞ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ ചെയ്യുന്നത്. അങ്ങനെ തുറന്നിട്ട് അതിനകത്തേക്ക് ഇൻപുട്സ് ഇടുകയാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ളത് എടുത്ത് കളയുകയാണ്. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുമ്പോൾ മനസ്സിൻ്റെ വാതിൽ ഈ വ്യക്തി തുറക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവദാസന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും മനസ്സിനെക്കുറിച്ചും സാധാന്യ മണ്ഡലത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പഠിപ്പിക്കുന്നത്, ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെയുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ പോയി ഇരുന്ന് കൊടുക്കരുത്. അത് വലിയ ദൂരവ്യാപകമായ ഫലമുണ്ടാക്കും. പണ്ട് കാലത്തൊക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഹിപ്നോട്ടിസം വഴിയായിട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് അകത്ത് അന്ധകാര ശക്തികൾ പ്രവേശിച്ച അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. സയൻറ്റിഫിക് ആണെന്ന് ആളുകൾ വാദിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു കളി, ഒരു ഖേൽ ആണ് സത്യത്തിൽ ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ, പ്രൊഹബിറ്റഡ് ഏരിയയിലേക്ക് മറ്റൊരാളെ പ്രവേശിക്കുവാൻ സമ്മതിക്കുകയാണ്, മനസ്സിനെ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമതൊരു ഉദാഹരണം, യോഗ പോലെയുള്ള സംവിധാനങ്ങൾ. ചിലരൊക്കെ പറയത്തില്ല യോഗ ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ നല്ല എക്സസൈസാണ്. പക്ഷേ യോഗയ്ക്ക് അതിലപ്പുറമായ തലങ്ങളുണ്ട്. യോഗയിലെ മെഡിറ്റേഷൻ, യോഗയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ മെഡിറ്റേഷൻസ് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ വാതിലുകളെ തുറക്കുവാനും മറ്റ് പലതും നമ്മുടെ അകത്ത് പ്രവേശിക്കുവാനും കാരണമായി തീരും. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു സംവിധാനമാണ് ഭയം. ചിലർ, പ്രത്യേകിച്ച് ഈ ഭൂതബാധ പോലെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുള്ള സന്ദർഭങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഞാൻ പേടിച്ചപ്പോഴാണ് ഈ ശക്തി എന്നിൽ കയറിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേടി വരുമ്പോൾ മനസ്സിൻ്റെ വാതിൽ തുറക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ മനസ്സിനെ ആരും നിയന്ത്രിക്കത്തില്ല. നമ്മൾ നിന്നു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമായി തീർന്നത്. അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക, ഏത് വിധത്തിലാണ് നമ്മുടെ മനസ്സിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ റീന പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ, അത് പ്രത്യക്ഷത്തിൽ തന്നെ സാത്താൻ സംഘടനകളുടെ പ്രവർത്തന രീതിയുടെ ഒരു ശൈലിയാണെന്ന് ഞാൻ പറവാനിടയായി തീർന്നു. സാധാരണ സഭകളുടെ മറ്റൊരു പ്രവർത്തന ശൈലി, മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു പ്രവർത്തന ശൈലി, സാത്താന്യ ശക്തികളെ നമ്മൾ ഭൂതങ്ങളെന്ന് വിളിക്കും, അന്ധകാര ശക്തികളെന്ന് വിളിക്കും, അവയെ ഉപയോഗിച്ച് വ്യക്തികളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഭൂതശക്തിയെ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ വ്യക്തിയിൽ ഡിസ്റ്റർബൻസ് ഇടുക, ആ വ്യക്തിയെ നിയന്ത്രിക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുക. ഇതൊക്കെ ചരിത്രത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, ഇത് ഒരു വ്യക്തി നിന്നുകൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. പ്രത്യേകിച്ചും സാത്താന്യ സഭകളുടെ കൂട്ടങ്ങൾക്കൊക്കെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിലേക്കൊരു ഭൂതത്തെ കയറ്റി വിടുവാൻ എളുപ്പമാണ്. കാരണം ഓൾറെഡി അങ്ങനെയൊരു സംവിധാനത്തിലേക്ക് പോയി നിന്നു കൊടുത്തത് കൊണ്ട് ഇവരുടെ വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ വാതിലിലൂടെ ഈ അന്ധകാര ശക്തികൾക്ക് ഇവർക്കകത്ത് പ്രവേശിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പറഞ്ഞ പൈശാചിക ശക്തികൾ ഇവരെ നിയന്ത്രിക്കുകയും ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിട്ട് മറ്റ് പല ആക്ടിവിറ്റിയും ചെയ്യുവാൻ ഇവരെ കൊണ്ട് ആ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കും. അതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ റിബേക്ക ബ്രൗണിൻ്റെയൊക്കെ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിനെ ഒരു പരിധി വരെ മറ്റൊരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ വ്യക്തിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന രീതിയിൽ നിഗൂഢതകൾ മനസ്സിനുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു റിമോട്ട് കൺട്രോൾ ഒരു ടെക്നോളജി ഒന്നുമല്ല. അങ്ങനെ ഒരു ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ചില തരത്തിലുള്ള മെഡിറ്റേഷനോ ഹിപ്നോസിസം പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടൊക്കെ മനസ്സിനെ നിയന്ത്രിക്കുവാനും മനസ്സിൻ്റെ ആ പവർ, അതായത്
മനസ്സിന് വലിയ ശക്തിയുണ്ട് കേട്ടോ. മനസ്സിന് ഹീൽ ചെയ്യാൻ പോലുള്ള ശക്തിയുണ്ടെന്ന് ആളുകൾ പറയാറില്ലേ. മനസ്സിൻ്റെ ആ പവറിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരാളിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ആ ആളിനൊരു സജഷൻ കൊടുക്കുകയാണ്, നീ പോയി ഇന്നാരെ കൊല്ല് എന്ന് പറഞ്ഞ് സജഷൻ കൊടുത്താൽ അതുപോലും ആ വ്യക്തിയുടെ ഉള്ളിൽ മനസ്സിൻ്റെ അകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. നമ്മുടെ മനസ്സിനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ മനസ്സിനെ ഉറക്കാനും നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാനും അയാളുടേതാകുന്ന ഒരു വഴിയിലേക്ക് നമ്മളെ നിയന്ത്രിച്ച് നടത്തത്തക്കവണ്ണമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ള ഒരു ഉറക്ക അവസ്ഥയിൽ, ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിൽ ഈ വ്യക്തിയെക്കൊണ്ട് പലതും ചെയ്യിക്കാനും ചിന്തിപ്പിക്കാനും ഒരു പക്ഷേ കഴിയുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഇതിനൊന്നും നിന്നുകൊടുക്കരുത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് അന്ധകാര ശക്തികളാണ്, ഭൂതശക്തികളാണ്. നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള അദൃശ്യ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ കൊണ്ട് തിന്മയും തെറ്റായ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ ഇടയാക്കി തീർക്കുന്നു. ഒത്തിരി ആത്മഹത്യകൾ നടക്കുന്നത് അങ്ങനെയാണ്. അവരറിയുന്നു പോലുമില്ല ആത്മഹത്യ, അവർ ചെയ്യുന്ന അനുഭവങ്ങളൊന്നും അറിയുന്നുമില്ല. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു മോള് പുറവാനിടയായി തീർന്നു. അവൾ ഒരു ഷാൾ എടുത്ത് കഴുത്തിൽ കുരുക്കി വലിച്ചു മുറുക്കി. അവളൊന്നും അറിഞ്ഞില്ല, അവൾക്കറിയുന്നില്ല അവൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അവൾക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അവസാനം അമ്മ വന്ന് വിളിച്ച് അവളെ അതിൽ നിന്ന് രക്ഷിച്ച് കഴിയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുമായിരുന്നെന്ന്. അവളുടെ സ്വന്തം ബുദ്ധിയിലല്ല അതൊന്നും സംഭവിക്കുന്നത്. ആ മകളുടെ അവസ്ഥ എന്തായിരുന്നു? സത്യത്തിൽ അവൾക്കുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ, രോഗം, അതൊരു പൈശാചിക ശക്തിയായിരുന്നു, ഒരു ഭൂതശക്തിയായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളെ ആ ഭൂതം നിയന്ത്രിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൾ എന്താ ചെയ്യുന്നതെന്ന് അവൾക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഡോക്ടർമാരുടെ അടുക്കൽ കൊണ്ടുപോയാൽ പറയാം, ഒരു മാനസിക രോഗം എന്ന് പറയും. ഇല്ലാത്ത കാര്യങ്ങൾ അവൾ കാണുകയാണ്. റൂമിലുണ്ടെന്ന് പറയുന്ന വ്യക്തികളോട് അവർ സംസാരിക്കുകയാണ്. റീന പറയുന്നുണ്ട്, ഈ സ്കിസ്ട്രോഫിനിയ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവമില്ല, അത് വെറും തെറ്റിദ്ധരിപ്പിക്കലാണ്, കള്ളത്തരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റീന പറയുന്നതിൻ്റെ ഒരു മറുഭാഗമുണ്ട്. സയൻസ് പറയുന്നതായിരിക്കില്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ. പക്ഷേ തിയോളജിയിൽ നിന്ന് ദൈവദാസന്മാർക്ക് കൊടുക്കാൻ കഴിയുന്നൊരു എക്സ്പ്ലനേഷൻ അതൊക്കെ പൈശാചിക ശക്തികളുടെ പ്രവർത്തനമാണ്. മനസ്സിൻ്റെ ഒരു പ്രവർത്തനത്തെ തകിടം മറിച്ച് ഇല്ലാത്തത് കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു പൈശാചിക ഇൻഫ്ലുവൻസും അതിൻ്റെ പിന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാക്ഷ്യം പറഞ്ഞ കുട്ടി അത് പുറവാനിടയെത്തുന്നു. അവൾ ഇല്ലാത്തത് കാണുകയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവസഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൾ സ്വതന്ത്രയായി. അതിൽ നിന്നെല്ലാം പുറത്തു വന്നു. അവളുടെ ജീവിതം നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നുമൊക്കെ പുറത്തു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയുള്ള പൈശാചിക ശക്തികൾക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയും. സത്താൻ സഭകളും ഒക്കെ ഇങ്ങനെ പൈശാചിക ശക്തികളെ ഉപയോഗിച്ച് ആളുകളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഒത്തിരി ഈ കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു സബ്ജക്റ്റ് ആ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ കുറേയെങ്കിലും തെറ്റിദ്ധാരണകൾ മാറിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവമക്കൾക്ക് ഇതിനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കാതെ ഒരു ശക്തിക്കും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കാതിരിക്കുക. വാതിൽ തുറന്നു കൊടുക്കുന്ന അനുഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, വാതിൽ ഇടയന് വേണ്ടി മാത്രം തുറക്കുക, കള്ളന് വേണ്ടി വാതിൽ തുറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. കള്ളന് വേണ്ടി വാതിൽ തുറക്കാതിരിക്കുക, ഇടയന് വേണ്ടി മാത്രം തുറക്കുക. കള്ളൻ പ്രവേശിക്കുന്ന എന്തെങ്കിലും ദ്വാരങ്ങൾ അല്ലെങ്കിൽ പിൻവഴികൾ, വീക്ക്നെസ്സസ് നമുക്കുണ്ടെങ്കിൽ ആ വാതിലുകളൊക്കെ കെട്ടിയടച്ച് വിശുദ്ധിയോടുകൂടെ വടപാടുകൂടെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു ദൈവപൈതലിനും ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ആരെങ്കിലും കയറി നിയന്ത്രിച്ച് കളയുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അനാവശ്യമാകുന്ന ചികിത്സാ സംവിധാനങ്ങൾ, നമ്മുടെ മനസ്സിനെ ഓപ്പൺ ചെയ്യുന്ന ഒത്തിരി ചികിത്സാ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ പാസ്റ്റർ അനിസൻ മാരാമൺ, അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു റേക്കി മാസ്റ്ററായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി ചികിത്സാ സംവിധാനങ്ങളുണ്ട്. മനസ്സിനെ ഇങ്ങനെയുള്ള ഡയബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന, പിൻവാതിലുകളെ തുറന്നു കൊടുക്കുന്ന, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള കുറേയേറെ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും പേര് പറഞ്ഞ് ഞാൻ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അത് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അവസ്ഥയാകാം, യോഗയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചില ചികിത്സാ സംവിധാനങ്ങളാകാം, സയൻറ്റിഫിക് അല്ലാത്ത മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്ന ചില ചികിത്സാ സംവിധാനങ്ങളാകാം. അതിലൊന്നും നമ്മൾ പോയി ചാടരുത്. അങ്ങനെയൊക്കെ സൂക്ഷ്മതയോട് ജീവിച്ചാൽ ഇതൊന്നും നമുക്ക് പേടിക്കേണ്ട. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആരെങ്കിലും ദൂരെ ഇരുന്ന് റിമോട്ട് കൺട്രോൾ പോലെ ഒരു മെഷീൻ ഉണ്ടാക്കി നിങ്ങളെ നിയന്ത്രിക്കുമെന്നൊന്നും ആരും പേടിക്കേണ്ട. അത്രയൊന്നും സയൻസ്
വളർന്നിട്ടില്ല. നമ്മുടെ ഇലോൺ മസ്ക് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ അകത്തൊരു ചിപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിപ്പ് വെച്ചിട്ടേ ഉള്ളൂ. ചിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ചിന്ത കൊണ്ട് മെഷീൻസിനെ ചലിപ്പിക്കാൻ ഒക്കുമെന്നൊക്കെയാണ് അവരുടെ ഒരു പരീക്ഷണം. അവിടം വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഞാൻ പിന്നെയും പറയട്ടെ, അങ്ങനെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന മെഷീൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ EVM പെട്ടെന്ന് മാറ്റേണ്ടി വരും. കാരണം EVM ഒക്കെ എത്ര എളുപ്പം ഹാക്ക് ചെയ്യാം, തലച്ചോറിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇന്നത്തെ പാഠഭേദത്തിന് ഒരു വാൽക്കഷ്ണം കൂടെ പറയാം. വാൽക്കഷ്ണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുർബാന വിവാദമാണ്. നോർത്ത് ഇന്ത്യയിലാണല്ലോ ഞാൻ ശുശ്രൂഷിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഇംഗ്ലീഷ് നാഷണൽ മീഡിയയ്ക്കകത്ത് വന്നൊരു വാർത്ത ഞങ്ങളുടെ ഹിന്ദിക്കാരനായ സഹോദരൻ എനിക്ക് ഷെയർ ചെയ്തു തന്നു. കുർബാന വിവാദത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. സഭയുടെ നേതൃത്വത്തിൻ്റെ സർക്കുലറുകൾ വിശ്വാസികൾ കത്തിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ്. പക്ഷേ എൻ്റെ ഹിന്ദിക്കാരനായ സ്നേഹിതന് ആ വാർത്തയുടെ പിന്നാമ്പുറം മനസ്സിലായില്ല. അദ്ദേഹം ഓർത്തു കേരളത്തിൽ സുവിശേഷ വിരോധികൾ സഭയുടെ സർക്കുലർ കത്തിച്ചെന്നൊക്കെയാണ് പാവം അദ്ദേഹം ധരിച്ച് എനിക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് തന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, കേട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് കേരളത്തിലെ സഭയ്ക്കകത്തുള്ള അടിയാണ്, വിവാദമാണ് എന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കേണ്ടി വന്നു. കേരളത്തിലെ സഭയ്ക്കകത്ത് കുർബാനയ്ക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ച് നടക്കുന്ന തർക്കം ഉപദേശപരമായ തർക്കമാണ്. എൻ്റെ പ്രിയപ്പെട്ട കത്തോലിക്ക സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, കുർബാനയ്ക്ക് എങ്ങോട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഇത്ര തീക്ഷ്ണമായിട്ട് നിങ്ങൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ നാളുകളിൽ വേർപെട്ട ദൈവസഭകൾ പെന്തക്കോസ്തുകാർ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുർബാനയ്ക്ക് നിൽക്കുന്നത് പ്രശ്നമാണെങ്കിൽ, അത് തന്നെ ഇത്ര വലിയ വിഷയമാണെങ്കിൽ അതിലും വലിയ വിഷയങ്ങൾ ദൈവവചനത്തിലുള്ളത് അനുസരിക്കാത്തത്, അനുസരിക്കേണ്ടത് മറന്നു കളഞ്ഞതൊക്കെയുണ്ട്. അതിനു വേണ്ടി കൂടെ തർക്കിക്കാം, വാദിക്കാം. ഇത്രയും വാൽക്കഷ്ണം പറഞ്ഞ് ഇന്നത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.